കർക്കിടകം, ചിങ്ങം, കന്നി ഈ 3 രാശിക്കും ജൂലൈ മാസം 5-ാം തീയതി വരെയുള്ള ഒരു ഫലത്തെ നോക്കാം. ഇതൊരു അവയർനെസ് ആയിട്ട് മാത്രം കണക്കിലെടുത്താൽ മതി. കാരണം രാശിക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ഗ്രഹങ്ങളുടേതായ സഞ്ചാരപഥം എങ്ങനെയാണോ ആ ഒരു ചിന്തകൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഇത് ഈ പറയുന്ന എനിക്കും ഇതൊക്കെ തന്നെ ബാധകമാണ് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റേതായ രീതിയിലുള്ള ഫലത്തെ കണ്ടറിഞ്ഞു പോകേണ്ടത് നിങ്ങളുടേതായ കടമ തന്നെയാണ്. കർക്കിടകം രാശിക്കാരൊക്കെ തന്നെ എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെയാണ്, അല്ലെങ്കിൽ സ്വന്തമായ രീതിക്ക് ഒരു പ്രവർത്തനം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ പോലും ആ ഒരു കൃത്യത ഫോളോ ചെയ്യേണ്ട ഒരു സമയമാണ്. അതായത് നമ്മളൊരു തൊഴിലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ അധിക സമയം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ അവിടെ നിന്നും നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോകണം. ഒരിടത്തും തമ്പടിച്ച് നിൽക്കരുത്. ഒരു തൊഴിൽ ഇടത്തു നിന്നും അധിക സമയം അവിടെ ചിലവഴിച്ച് ജോലിക്ക് ശേഷം അവിടെ ചിലവഴിക്കാനുള്ള ഒരു ശ്രമം നടത്തരുത്. വ്യാഴത്തിൻ്റെതായ സ്ഥിതി ലഗ്നത്തിൽ തന്നെ അല്ലെങ്കിൽ രാശിക്കുള്ളിൽ തന്നെ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ധാരാളം പണച്ചിലവുകളൊക്കെ വന്നെത്തുന്ന ഒരു സമയമായിരിക്കും. അതായത് വീട് വാടകയ്ക്കൊക്കെ താമസിക്കുന്നു, സ്ഥാപനം വാടകയ്ക്ക് എടുത്തിരിക്കുന്നു, മറ്റു പല ഇടങ്ങളിലും കാശ് അടയ്ക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ട്. പക്ഷേ എന്നാലും ഈ ലഗ്നത്തിൽ രാശിക്കുള്ളിൽ നിൽക്കുന്ന വ്യാഴം ഒരല്പം പണത്തിൻ്റെതായ ഷോർട്ടേജ് ഉണ്ടാക്കി തരും. അതായത് കൃത്യസമയത്ത് നമുക്കത് പാലിക്കാൻ കഴിയാതെ, വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഒരല്പം ജാഗ്രതാപൂർവം പണം ധാരാളിക്കുന്ന ചിലവുകൾ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരല്പം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുക. എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കും, നിങ്ങളുടെ കാര്യങ്ങളും നടക്കും. നിങ്ങൾക്ക് പുറമേ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തീർക്കാനുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ പറ്റുന്ന സമയം കൂടിയാണ്. പണം ചിലവാക്കുന്നതിൽ ജാഗ്രത പുലർത്തി മുന്നിലേക്ക് പോകണം. അതേപോലെ രാശിയുടെ 2-ാം ഭാവത്തിലാണ് കേതുവിൻ്റെതായ സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ധനപരമായ രീതിയിൽ, കുടുംബപരമായ രീതിയിലൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്തായാലും വരും. വാക്ക് തർക്കങ്ങൾ കുടുംബത്തിനുള്ളിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി മുന്നിലേക്ക് പോകണം. വായ്ക്ക് എതിർവ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ വാക്കുകളൊക്കെ പാലിക്കപ്പെടാനായിട്ട് ഒരല്പം ശ്രമകരമായ ഒരു കാലം തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങളുടേതായ നല്ല മനോഭാവങ്ങൾ കൊണ്ട് നിങ്ങളെ തിരിച്ചറിയുന്നവർ നിങ്ങളെ സഹായിക്കും. അതിലൊരു പക്ഷേ നിങ്ങളെക്കാട്ടിലും താഴ്ന്ന വ്യക്തികൾ വരെ നിങ്ങൾക്ക് സമ്പത്തുപരമായ രീതിയിൽ ഒരു ചെറിയ കൈസഹായമൊക്കെ തരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നും വിടുതലൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രശ്നങ്ങൾക്ക്, അതായത് സമ്പത്തുപരമായ രീതിയിൽ വീണ്ടും ഷോർട്ടേജ് വരും. പക്ഷേ എന്നാലും സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് സഹായഹസ്തം വരുന്ന കാലമാണ് ഈ ജൂലൈ 5-ന് ഉള്ളിൽ. എന്തായാലും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കൂടി കേൾക്കുന്നത് നന്നായിരിക്കും. മറ്റാരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കാനുള്ള മനോഭാവമൊന്നും ഇല്ല എങ്കിൽ ഇനി ഒരല്പം ഉപദേശങ്ങൾ മുതിർന്നവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കേൾക്കാനുള്ള ഒരു മനസ്സൊക്കെ വേണമെന്നുള്ള ചിന്താഗതിയുടെ ഒരു പോസിറ്റീവായ ഒരു എനർജി ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് ആഡ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിക്കുള്ളിലേക്കുള്ളത്. തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കർമ്മഫലം അനുഭവിക്കാതെ തരമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ ചെയ്യുന്ന കർമ്മം എന്താണോ അതിൻ്റേതായ ഫലം തന്നെയാണ് അനുഭവത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു കാലഘട്ടവും നമുക്ക് വിജയം തന്നെയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ 5-നുള്ളിൽ തന്നെ വളരെയധികം പോസിറ്റീവായ ഒരു എനർജി നിങ്ങളിലേക്ക് ആഡ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. കാരണം വെച്ചാൽ രാശിക്ക് 12-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ രാശിക്ക് 12 വ്യാഴം മറയപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തന്നെയും ഇവിടെ ശുഭകരമായ നല്ല കാര്യങ്ങൾ വ്യാഴം എന്തായാലും നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായ ചിന്തകൾ വരും. തൊഴിലിടങ്ങളിൽ ഒരല്പം കൂടി അഗ്രസീവായ രീതിക്ക് മുന്നിലേക്ക് വരണം, കുറച്ചുകൂടി മികച്ച ഫലത്തെ കാഴ്ചവെക്കണം എന്നൊക്കെയുള്ള ചിന്താഗതികൾ വരികയും അത് നിങ്ങൾക്ക് മുകളിൽ മേലധികാരികൾ നിങ്ങൾ അത് ശ്രദ്ധിക്കപ്പെടുകയും നിങ്ങൾക്ക് അപ്രസിയേഷനും അതുപോലെ തന്നെ ശമ്പളപരമായ രീതിയിൽ കാലഘട്ടത്തിനനുസൃതമായി നിങ്ങളെ മികച്ച രീതിയിൽ അവർ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. കാരണം മറ്റാരെ ഒഴിവാക്കിയാലും ഈ രാശിയിൽ പിറന്നവരെ ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കില്ല. അതുകൊണ്ട് തൊഴിൽപരമായ അന്തരീക്ഷം ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾക്കുള്ളത് തന്നെയാണെന്ന് ചിന്തിച്ചാൽ അവിടെ ഒരിക്കലും നിങ്ങളെ അവർ എടുത്ത് എറിയുന്ന ഒരു സാഹചര്യം വരില്ല. അതായത്
നിങ്ങളായിട്ട് ഉപേക്ഷിച്ച് പോകണമെങ്കിൽ പോലും അവർ വേണ്ട എന്ന് പറയുന്ന സാഹചര്യമായിരിക്കും. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ്. രാഹുവിൻ്റെ സഞ്ചാരം രാശിക്ക് 7ാം ഭാവത്തിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒപ്പമുള്ള ജീവനക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ലെവൽ ഒരല്പം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. അതായത് നിങ്ങൾ അവരോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന വേളയിൽ അവരത് കേൾക്കാത്ത സാഹചര്യം അല്ലെങ്കിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളത് മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേഷ്യഭാവത്തോടു കൂടി ഒരു കാര്യങ്ങളും പ്രവർത്തിക്കാൻ ഉള്ള സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഈ സമയത്തിൽ ഒരു അതൃപ്തി വരുന്ന സമയമാണ്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന കാര്യം ഇഷ്ടപ്പെടാതെ തൊഴിലിടങ്ങളിൽ മറ്റു പലരും ഉണ്ടായിരിക്കും. അവർ നിങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചനകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം മൗനം പാലിക്കുന്നത് വളരെയധികം നല്ല രീതിക്ക് നിങ്ങൾക്ക് ജീവിച്ചു പോകാനും അതുപോലെ പ്രശ്നങ്ങളെ തരണം ചെയ്തു പോകാനുള്ള ഒരു മനസ്സൊക്കെ തരും. ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. ഈ രാശിയിൽ പിറന്ന ആൾക്കാർക്ക് തന്നെ ഒരു പ്രഭാവം കൂടി നിൽക്കുന്ന സൂര്യരാശി ആയതുകൊണ്ട് ഒരല്പം പ്രഭാവം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു അഗ്രസീവായ മോഡിൽ ചെറിയ ഒരു മൈനസ് പോയിന്റ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെ. കാരണം നിങ്ങളുടെ നിലനിൽപ്പാണ് ആവശ്യമെന്ന ചിന്താഗതിയോടുകൂടി മുന്നിലേക്ക് പോകണം. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയും വളരെയധികം നല്ലൊരു സമയം തന്നെയാണ്. അവർക്ക് നല്ല രീതിക്ക് പഠിച്ച് മുന്നിലേക്ക് വരാനുള്ള മനസ്സ് ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഇവിടെ ജാഗ്രതയാണ് വേണ്ടതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഒരല്പം ശ്രദ്ധാപൂർവം ക്ഷമയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോയാൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കർമ്മഫലം അനുഭവിച്ച് തന്നെ തീരണം. ഈ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെതായ ഫലം തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ദൈവങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല. താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിച്ച് തീരണമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് കൊടുത്തിട്ട് കിട്ടാത്ത കാശ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരല്പമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. 100% നിങ്ങൾക്ക് കിട്ടാനുള്ള കാശിൽ കുറച്ച് കാശെങ്കിലും ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് കിട്ടില്ല എന്ന് ഉറപ്പിച്ച കാര്യം അതാണ്. നിങ്ങൾക്ക് ഒരല്പമെങ്കിലും മറ്റൊരു വ്യക്തിയാൽ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ വേണ്ട ഒരു കാലം തന്നെയാണ് ജൂലൈ മാസം 5-ാം തീയതിക്കുള്ളിൽ. അതായത് നിങ്ങൾക്ക് ഷുഗർ സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ തടി ഒക്കെ കൂടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് അതിൻ്റെതായ ചികിത്സയൊക്കെ നേടേണ്ടതായ ഒരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശനീശ്വരൻ്റെ ഭാവം രാശിക്ക് 7-ാം ഭാവത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരല്പം മാനസികമായ ഒരു സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഒരല്പം യാത്രയൊക്കെ പോകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യതകളൊക്കെ തുറന്നു വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു യാത്രയൊക്കെ പോകണം, ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരിടത്ത് പോകണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിറവേറ്റിയെടുക്കാൻ പറ്റുന്ന കാലമാണ്. ചിന്തിച്ചാൽ അതിനുള്ള വഴിയും തുറക്കും. മാനസികമായ ഒരു സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നെത്തും. തൊഴിൽപരമായ ഇടങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെയൊക്കെ കാണാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ MDയൊക്കെ കാണാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്ന ഒരു പ്രോസസ്സൊക്കെ നടക്കുന്ന സമയം കൂടിയാണ്. തീർച്ചയായിട്ടും നല്ല വലിയ വലിയ ആൾക്കാരുമായിട്ട് ഇടപെട്ട് സംസാരിച്ച് അതിലൂടെ നല്ല മികച്ച മുന്നേറ്റങ്ങളൊക്കെ വരുത്താൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിൽ അനാവശ്യമായ വാക്ക് തർക്കങ്ങളൊന്നും പോകാതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മേലുള്ള മതിപ്പ് മറ്റുള്ളവർക്ക് കൂടുന്ന ഒരു സമയമായിട്ടാണ് വരിക. അനാവശ്യമായ രീതിയിൽ വാക്കിന് എതിർവാ പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാകും. കാരണം ബുദ്ധി ഒരല്പം ബുധൻ്റേതായ രാശി ആയതുകൊണ്ട് ബുദ്ധി ഒരല്പം കൂടിപ്പോയതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ വാക്കുവാദങ്ങളൊക്കെ ഒഴിവാക്കി മുന്നിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും അധികം ഉചിതം എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ ധനപരമായ രീതിയിലൊക്കെ പിണങ്ങി നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഈ കന്നി രാശിയിൽ പിറന്നവരൊക്കെയും. അതുകൊണ്ട് തന്നെ ഒരല്പം ബോധപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെയധികം നല്ല ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ജൂലൈ മാസം 5-ാം തീയതിക്കുള്ളിലുള്ള രാശിഫലങ്ങളെ കണക്കാക്കി പറയാനായിട്ട് കഴിയുക. സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അവനവൻ്റേതായ കർമ്മഫലം അവനവൻ അനുഭവിച്ച് തന്നെ തീരണം. ഈ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെതായ ഫലം തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്തതും നിങ്ങൾ തന്നെയാണ്. അതിനെ തീർക്കേണ്ടതും നിങ്ങൾ തന്നെ. ഇതിൽ ദൈവത്തിന് യാതൊരു പങ്കുമില്ല. അവനവൻ ചെയ്ത കർമ്മം തന്നെയാണ്